ഓടാനാകുമ്പോ ഞാൻ പറയാതെ ഈ ബൂത്ത് കേട്ടാൽ നിങ്ങൾ വിചാരിക്കും പാമ്പ് പുറത്തു വരുന്നില്ല. 4 ദിവസം ഞാൻ ഇരുന്ന് ഊതിയാലും ഇത് പുറത്തു വരില്ല. നമ്മുടെ ഈ പാമ്പിനെ കേൾവി ശക്തിയില്ല. By listening, we think that by listening to that music, snake will come out, but it's not like that because they don't have ears. പാമ്പിനെ വൈബ്രേഷൻ അറിയും. That's not only vibration. പാമ്പുകൾ വരണമെങ്കിൽ നമ്മുടെ ഭക്ഷണ രീതികളും കാര്യങ്ങളും ഉണ്ട്. ഭക്ഷണം പറഞ്ഞാൽ പാമ്പുകളൊക്കെ എലി, തവള, കോഴിമുട്ട്. ഞാനിവിടെ കാണിക്കുന്നത് സ്നേഹിക്കാണ്. അത് കണ്ട് മനസ്സിലാക്കുന്നത്. Snakes have some special food like egg, mouse and all. So he's going to attract them with those foods. കൃഷ്ണൻ ഞാൻ പോകുമ്പോൾ മറുപടി പോകുമ്പോൾ ഈ കുട്ടിയുടെ മുകളിൽ ഒന്ന് വെച്ചാൽ ഇടരുത് പൊട്ടിപ്പോകും. What he is asking is, while he plays that instrument, Magni, the name of that instrument is Magni, God has to place that egg on the top of that box. That's what he is instructing. വിഷ്ണു മുട്ട അങ്ങനെ കാണിക്കണ്ടവന്ന് അടച്ചു വിടും. രാവിലെ പ്രയത്നമൊക്കെ ഒരു സംഭവം ഉണ്ടായിരുന്നു. സ്കൂൾ തേച്ച് വന്നു പയ്യൻ്റെ അടുത്ത് മുട്ട കൊടുത്തിട്ട് ഇങ്ങനെ പിടിക്കാൻ പറഞ്ഞു. കൂടെ പൊക്കിയതോടുകൂടി ആ പയ്യൻ മുട്ടയും കൊണ്ട് ഒറ്റ പൈലറ്റായതുകൊണ്ട് ആളെ കിട്ടിയത്. ഇയാളെ കൂടിയാൽ പുറകിൽ ഓടാൻ എനിക്ക് കാണരുത് വിഷ്ണു. That's like when he asked the boy to hold the egg, and when he opened the lid of the box, the boy ran with the egg. That's what you see. എന്താ പറയുക, അത് കംപ്ലൈൻറ്റ് വരാൻ പാടില്ല. വിഷ്ണുത ഇങ്ങനെ ഒന്ന് അടച്ചാൽ വാങ്ങാൻ പഠിക്കണമെങ്കിൽ ഒതുക്കാനുള്ള പണി വേണം. ഇവിടെ എന്ത് സാധനം ഇതിൻ്റെ അമ്മായിയമ്മ എനിക്ക് സ്നേഹിതമായി തന്നതാണ്. വിഷ്ണു കൈയിടുന്നത് പാമ്പുണ്ടോ ഇത് എന്തിനാ കൈയിടാൻ പറഞ്ഞറിയോ? ഇപ്പോൾ വലുതാ സ്ത്രീകളൊക്കെ ഉള്ളത്. ഇപ്പൊ സേഫ്റ്റിയാണ്. മകളി ഊതുമ്പോൾ വിഷ്ണുവിനെ വെച്ചു. പക്ഷെ ഞാൻ ചെയ്യുമ്പോൾ എനിക്ക് 2 കൈകൾ നൽകിയില്ല. വിഷ്ണുവിനെ പിടിക്കും. എന്നെ നോക്കരുത്, എല്ലാവരും ഞാനിവിടെ പിന്നെ കാര്യം പേര് തമാശ പോലെ വിഷ്ണു കോഴിമുട്ടും സഞ്ചിയും സൂക്ഷിക്കണം. തപ്പി നോക്കരുത്, തപ്പിയൻ്റെ പരിപാടി നടക്കില്ല. വിഷ്ണുവിനെ പോകുമെന്ന് പേടിയുണ്ടെങ്കിൽ വിഷ്ണു ഇങ്ങനെ പിടിച്ചോ, അവ ഉണ്ടെന്ന് ഉറപ്പാ. ഊതുമ്പോ വറക്ക അല്ല, ഇങ്ങനെ പിടിച്ച കുഴപ്പമൊന്നും എനിക്കില്ല. തപ്പല് നേരത്തെ തപ്പിയതുപോലെ തപ്പൽ. സാറൊന്ന് തപ്പി
ചിരിക്കരുത്. ഉണ്ടല്ലേ? റെഡി? മന്ത്രം അറിയില്ലെന്ന് രാത്രി 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 ഹൗസ് അവിടെ ഇരിക്കണം. അവിടെ ഇരിക്കണം. വീടരുത്. മകടി ഊതുമ്പോ മുട്ട ഓർക്കാൻ പറഞ്ഞില്ല. എന്റെ നാട്ടിലെ മലയാളം ഇവിടുത്തെ മലയാളം വ്യത്യാസം വിഷ്ണു ഞാൻ എന്താണ് നമ്മുടെ ഇതിന്റെ ഉള്ളിലിട്ട് ആരാ ചൂണ്ടിൽ തപ്പുന്നില്ല. സാറ് തപ്പുമ്പോ സാധനം ഉണ്ടായിരുന്നു. രണ്ടാളും മുട്ട വാങ്ങി ഇവിടെ വെച്ചു. സാർ വിഷ്ണു എവിടെ പോയെന്ന് അറിയില്ല. നിങ്ങൾ പറയും മരിക്കാക്ക മുട്ട എവിടെ പോയി? എവിടെയും പോയില്ല, വിഷ്ണുവിന്റെ കയ്യിൽ തന്നെ ഉണ്ട്. വിഷ്ണു ഞാൻ വീണ്ടും വിളിക്കാം. അതിട്ട് നോക്കണം. ചെറിയൊരു പേപ്പറിന്റെ കഷ്ണം കയ്യിൽ അടക്കി. വിഷ്ണു അത് പേപ്പർ തന്നെയല്ല. വിഷ്ണു വിചാരിച്ചത് മുട്ട ഉണ്ടാക്കാൻ പറ്റും. ഞാൻ വേണം. നിങ്ങൾ ചോദിക്കും മരിക്കാത്ത ആ പേപ്പർ ശരിക്കും മുട്ടയാകും. അത് ശരിക്കും മുട്ട ഉണ്ടാക്കുന്ന പണി പഠിച്ചാൽ ഈ നാട്ടിൽ ഒരു പേപ്പറും കാണും. വിഷ്ണു എത്ര കോഴിമുട്ട ഇവിടുന്ന് പോയത്? വീണ്ടും ഒരെണ്ണം പിടിച്ച രസമല്ല. മാജിക് ഒരു ഹരമാണ്, രസമാണ്. സ്ട്രീറ്റ് മാജിക് അത് വിഷ്ണുവിന്റെ ഇഷ്ടമാണ്. ജസ്റ്റ് വെറുതെ ഒരു എണ്ണം പറയും. എനിക്ക് എത്ര എണ്ണം കണ്ടു? ജസ്റ്റ് വെറുതെ ഒരെണ്ണം, രണ്ടെണ്ണം. ഇതാ രണ്ടെണ്ണം. ഇവിടെ നോക്കി. ഞാൻ ചിലപ്പോൾ 3 എണ്ണം പറയും, അതിന് 4 എണ്ണം പറയും, അതിന് 5 എണ്ണം പറയും. ഏത് ഇഷ്ടപ്രകാരത്തിൽ കാണിക്കുമ്പോൾ സ്ട്രീറ്റ് മാജിക്കിൽ വിലയില്ല. വിഷ്ണുവിന്റെ കൈക്ക് നോക്കണം. വിഷ്ണുവിന്റെ കയ്യിൽ 2 കോഴിമുട്ട ഒരു കയ്യിൽ വിടുകയും. മാജിക്കിന്റെ മറവാണ്. കോഴിമുട്ട പോയത് സന്ധ്യന്റെ ഉള്ളിൽ ഇതിനെ പിടിച്ച് മുട്ട കാണാതെയാക്കാൻ ആരെ കൊണ്ടും സാധിക്കില്ല. മറവില്ലെങ്കിൽ മാജിക്ക് നടക്കില്ല. ഉദാഹരണത്തിന് ഒരു സാധനം എടുത്തിട്ട് ഞാനിങ്ങനെ അടയ്ക്കാണെങ്കിൽ പുറത്ത് കാണരുത്. അപ്പൊ നമുക്ക് ഇതിൽ എന്ത് മാജിക്ക് വേണമെങ്കിലും കാണിക്കാം. ഇത് പോയിന്റ്സ് ആണ്. ഞാൻ അടച്ചാൽ കാണില്ല. പക്ഷെ ഇതിൽ എന്ത് വേണമെങ്കിലും ഞാൻ കാണിക്കാം. കാരണം അടയ്ക്കാൻ സുഖം, കാണിക്കാൻ എളുപ്പമാണ്. വെറുതെ പോയിന്റ്സ് ഞാൻ ഇങ്ങനെ വെച്ചിട്ട് വെറുതെ ഇങ്ങനെ ഇട്ട ശേഷം വെറുതെ വടിയെടുത്ത് റെഡി 1 2 3 സെക്കൻഡ് വെച്ച് പോകുന്നു പറഞ്ഞാൽ മതി. സെക്കൻഡ് കൊണ്ട് പോയിന്റ്സ് എന്ന കയ്യിൽ വെറുതെ വേണ്ടോ ഇത് വിളിച്ച് കഴിഞ്ഞാൽ വീണ്ടും ഇതിന്റെ ഉള്ളിൽ വന്നു. ഇപ്പം പഠിക്കാറുണ്ടോ? പോയിന്റ്സ് എടുത്ത് മൂക്കിൽ വെച്ച് വലിച്ചു പിടിക്കും. ഊതിപ്പെട്ട് പുറത്ത് കാണുന്നത് അവിടെ നിന്ന് മായാജാലം പെട്ടി. ഇതിൽ എത്ര എണ്ണം വേണമെങ്കിലും വിളിക്കും. ഞാൻ ചിലപ്പോൾ 5 6 വിളിക്കുന്ന രസമല്ലത് കൊണ്ടാണ്. രാവിലെ ക്ലൈനറ്റ് 9 എണ്ണം കാണിച്ച് അതൊന്നും വേണ്ട. വിഷ്ണു പറഞ്ഞത് മതി, കൂടുതൽ വേണ്ട. വിഷ്ണു ആ പേപ്പറിൽ വന്ന് ഇതാ ഊതിയത്. വിഷ്ണു പേപ്പർ അതിൻ്റെ ഉള്ളിലിട്ട് വിഷ്ണു പെട്ടി 2 കൈകൾ നടക്കും. കോഴിമുട്ടയായി പേപ്പർ ഞാൻ ഇട്ടിട്ട് വലിപ്പം ഞാൻ എടുത്ത സംശയം ചെയ്യാത്തത് കൊണ്ട് ആ സംശയം എന്തും ചോദിക്കാൻ എനിക്ക് ശേഷിയില്ല. അതിനാണ് നിങ്ങൾ അടുത്തിരിക്കാൻ പറഞ്ഞത്. ഇതിന്റെ പാരമ്പര്യം കറക്റ്റാണ്. ഇവിടുത്തെ വേഷമാണ്, ക്ലൈമറ്റിലെ വേഷമാണിത്. ഈ സർട്ടും മുണ്ടൊക്കെ. ഞാൻ ഒരു മാങ്ങാണ്ടി കുടിച്ചിട്ടാൽ ആ മാങ്ങാണ്ടി സെക്കൻഡ് കൊണ്ട് മാവാകും, മാങ്ങ കഴിക്കും. തീരത്തിന്റെ പരിപാടി കണ്ടിട്ടുണ്ടാകും. ഇതിന്റെ പാരമ്പര്യം നോക്കില്ല. അതിൽ 100% ഗ്യാരണ്ടി കിട്ടും. എന്താ പറയുക? ഇത് അറിയുന്ന ആളുകൾ കുറച്ച് പറയില്ല, അറിയുന്ന ആളുകൾ ചുറ്റും പറയില്ല. ഇത് യഥാർത്ഥമാണ്. അങ്ങനെ മാജിക് ബുക്സ് എടുത്ത് വായിച്ചു നോക്കി കംപ്ലീറ്റ് സ്റ്റേജ് പ്രോഗ്രാമിനെ കുറിച്ച് മാത്രമേ എഴുതുള്ളൂ. അല്ല സാർ, സ്ത്രീറ്റിനെ കുറിച്ച് ആരും എഴുതുന്നില്ല. സംഗതി എന്താ അറിയില്ല. ഒരു കോഡ് കുത്തി അത് ചെയ്യണമെങ്കിൽ ഞങ്ങൾ സീക്രട്ട് പുറത്തു പറയും. ഇതിൻ്റെ വാപ്പ ചെയ്തിട്ട് പറഞ്ഞിട്ടുള്ള പോയില്ല. എൻ്റെ മകനൊക്കെല്ലാം പറയും. ആ വിശ്വാസം കോഴിമുട്ടിയാൽ വിഷ്ണു എനിക്ക് നുണ പറയുന്നത് സത്യം പറഞ്ഞു. പേപ്പറുണ്ടോ മുട്ടറുണ്ടോ കണ്ടോ ഇല്ല. അത് അടക്കുള്ളൂ. നിങ്ങളെല്ലാം അടച്ചത്. നിങ്ങൾ എത്ര കോഴിമുട്ട പറഞ്ഞു? നിങ്ങൾ ഇഷ്ടപ്രകാരം പറഞ്ഞതാ ഞാൻ പറഞ്ഞതെന്ന് ഇല്ല. ഞാൻ പറയുമ്പോൾ വലിപ്പം തുറന്ന് അതിൻ്റെ ഉള്ളിൽ ഒന്ന് കൈയിട്ട് കോഴിമുട്ട എടുത്താൽ
പാത്രത്തിൽ പറയുമ്പോ പേടിയില്ലെന്ന കൈയിടാൻ എന്തിനും പേടിക്കണം. എന്റെ കയ്യിൽ കോഴിമുട്ടല്ലോ. ഇനി ഞാൻ എടുക്കാത്തതുണ്ടാവില്ല, എനിക്കെടുക്കാൻ അറിയാഞ്ഞിട്ടല്ല. സംഗതി ഞാൻ എടുത്ത് കഴിഞ്ഞാൽ പൊതുവെ പലവർക്കും പല അഭിപ്രായങ്ങളുണ്ടാവും. അതാണ് ഞാൻ അസിസ്റ്റന്റ് വെക്കാത്തതിന്റെ കാരണം. ചില ആളുകൾ ഞാൻ ഇതിന്റെ ഉള്ളിൽ നിന്ന് മുട്ട എടുക്കുന്നൊക്കെ നിങ്ങളാകുമ്പോൾ രസം പേടിക്കണ്ട, പൊട്ടിക്കരുത് മാത്രം. വിഷ്ണു ഒന്നിലേക്ക് കൈ ഒന്നും എന്റെ ഉള്ളിലിട്. ഉണ്ടോ? എന്താ പാമ്പ? വെട്ടിയെന്താ കണ്ടോ? കണ്ടോ? ഇയാൾ പേടിച്ചു. പേടിക്കാൻ കാരണം എന്താണെന്ന് അറിയുന്നത് മാലാധാരപ്പെടുത്തിയത്. നമ്മൾ എന്ത് വിചാരിച്ച് കൈയിട്ടാൽ അതേ കാണും. വിഷ്ണു കൈയിടാൻ പറയുമ്പോൾ നേരത്തെ പേടിച്ചാണ്. പാമ്പുണ്ടോ എന്ന് നോക്കിയപ്പോൾ തോന്നിയതല്ല, പാമ്പിനെ കിട്ടുക. പാമ്പിനെ കണ്ടോ? പാമ്പുണ്ടോ? ഉറപ്പാണ്. സോറി, ഒന്ന് മാത്രം. പാമ്പ് വലുതാ ചെറുതാ? പാമ്പില്ല. വിഷ്ണു എന്താ കണ്ട്? തോർത്ത് മാറ്റിയെടുക്കാം. ചേട്ടൻ നുണ പറയും, സാറ് നുണ പറയില്ല, വിഷ്ണു സത്യം പറയും. എന്റെ കയ്യിൽ മുട്ട ഉണ്ടോ വിഷ്ണു? കോഴിമുട്ട വിചാരിക്കും. കോഴിമുട്ട വാ എന്ന് പറഞ്ഞ് ഞാൻ കൈയിട്ടാൽ കോഴിമുട്ട വരും. പക്ഷെ ഞാൻ കോഴിമുട്ട വിചാരിച്ചത് കൊണ്ടാണ് എനിക്ക് കോഴിമുട്ട കിട്ടാൻ കാരണം. വിഷ്ണു കോഴിമുട്ട വിചാരിക്കും, വേറൊന്നും വിചാരിക്കും. കോഴിമുട്ട വാങ്ങി വിളിക്ക്. എന്താ ഇതേ പാമ്പിൽ 2 മിനിറ്റ് വിഷ്ണുവിന്റെ കണ്ടിലുണ്ടാകും. വിഷ്ണു നോക്കണമെന്ന് ശരിയല്ല. പറയും വേണോ? വേണ്ട വേണ്ട. ഓക്കെ, എന്റെ കണത്തിൽ ഇവിടെ ഉണ്ട്. താങ്ക് യു വിഷ്ണു. ഒരു കൈയടി കൊടുക്കും. സൂപ്പറായി. സാർ വിഷ്ണു എത്ര കോഴിമുട്ട പറഞ്ഞു? 2 ഞാൻ എടുത്തോട്ടെ. പറഞ്ഞത് ഞാൻ കാണിച്ചു. ഇനി ആ വലിപ്പ് പാമ്പുണ്ടോ ഇല്ലയോ എന്ന് അറിയുന്നത് വലിപ്പ് ഞാൻ തുറക്കണം. സാറ് പാമ്പിനെ കണ്ടില്ല എന്ന് പറഞ്ഞ് ആ വലിപ്പ് തുറക്കുന്നതിന് മുമ്പ് ഇതിന്റെ ഉള്ളിലൊരു ജാലവിദ്യ ഉണ്ട്. ഇനി ഞാൻ അവതരിപ്പിക്കാൻ പോവാണ്. അവിടെ ഇരുന്നോടെ ഓടാനാകുമ്പോൾ ഞാൻ പറയാം. മാജിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ട ഓടേണ്ട കാര്യം പറയുമ്പോൾ മിനിഞ്ഞാന്നൊരു സംഭവം പ്ലാനറ്റിലുണ്ടായി. ഞാൻ പ്ലാനറ്റിലെ മെജിഷ്യനാണ്, സെക്സ് മെജിഷ്യനാണ്. മിനിഞ്ഞാന്ന് കണ്ടമാനം ഫാമിലികൾ വന്ന് ഷോ കാണാൻ വേണ്ടി കൂടിൻ്റെ മുകളിൽ തുണിയിട്ടിട്ട് കണ്ടോ? കൂടിൻ്റെ മുകളിൽ ഞാൻ തുണിയിട്ട ശേഷം ഭയങ്കര രസമാണ്. കൂടിൻ്റെ ഉള്ളിൽ ഞാനിങ്ങനെ കൈയിട്ടിട്ട് വെറുതെ ഒരു ആക്ഷൻ ഇങ്ങനെ കാണിച്ചിട്ട് കണ്ടോ? വെറുതെ ഇങ്ങനെ കൈ വെച്ചിട്ട് കണ്ടോ? എടുത്ത് ഞാൻ ഇങ്ങനെ വലിച്ചതാണ്. ഇത് വരച്ചതോടുകൂടി കസാര വരുന്ന സ്ഥിതി വേഗം പണിക്കാരൊക്കെ വന്നിട്ട് പിടിച്ചെടുപ്പിക്കുകയും ചെയ്തു. മാജിക് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരുപാട് മാജിക് ഒക്കെ കണ്ടിട്ടുണ്ടാകും. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ മാജിക് ഉള്ളത് സ്റ്റേജ് പ്രോഗ്രാം. തെരുവ് മാജിക് വളരെ കുറവാണ്. എൻ്റെ വാപ്പച്ചി തെരുവ് മാജിക്കിൻ്റെ മെയിൻ ആളാണ്. എൻ്റെ വാപ്പച്ചി കാണിക്കുന്ന പ്രോഗ്രാം എങ്ങനെ അറിയോ? ഒരു പാമ്പിൻ്റെ തോലവിടെ വെക്കും, ഒരു കാലി കൂടെ കാണിക്കും, അടക്കും. ജസ്റ്റ് മകടിയിൽ ഒരു പാട്ട് കൂടി കൂടെ ഓപ്പൺ ചെയ്താൽ പാമ്പിൻ്റെ തോലിൽ മൂർഖനായിട്ട് നിൽക്കും. എൻ്റെ പ്രോഗ്രാം TV ചാനലിൽ കണ്ടിട്ടുണ്ടാവും. ഒരു മാങ്ങാണ്ടി കുഴിച്ചിട്ടാൽ ആ മാങ്ങാണ്ടി മാവാകും, മാങ്ങ കഴിക്കും. ഈ ഇടയ്ക്ക് ഞാൻ കണ്ട മാതൃഭൂമി ചാനലിൽ ഞാൻ അവതരിപ്പിച്ചു. പിറ്റേ ദിവസം ഒരാളിനോട് ചോദിച്ചു, അരിക്കാക്കാതെ ക്യാമറ ട്രിക്കല്ലേ എന്ന്. ഇതിപ്പോൾ ക്യാമറ ട്രിക്കാണ്, ഒറിജിനലാണെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് അറിയാം. സാധാരണ നോക്കി ഇപ്പം ഈ സ്ഥലത്ത് എനിക്കൊരു മാങ്ങാണ്ടി കുഴിച്ചിടാൻ സാധിക്കില്ല. കുഴി ഉണ്ടാക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. അത് കാരണം എൻ്റെ കയ്യിൽ കണ്ടോ ചെറിയൊരു പൂച്ചട്ടി ഉണ്ട്, ചിലവർ ചെടി ചട്ടി എന്ന് പറയും. ഇതിൻ്റെ ഉള്ളിൽ മണ്ണ് നോക്കി തുടങ്ങി. ഇതിൻ്റെ അടിയിൽ സ്പ്രിങ്ങോ വയറോ ഒന്നുമില്ല. ഈ പൂച്ചട്ടി ഞാൻ അവിടെ വെച്ചിട്ടുണ്ട്. എൻ്റെ കയ്യിൽ നോക്കി ഉണങ്ങിയ ഒരു മാങ്ങാണ്ടി എൻ്റെ കയ്യിലുണ്ട്. ഇതൊരു മാങ്ങാണ്ടി തന്നെയാണ്. സംശയം
പ്ലാസ്റ്റിക് ഒന്നുമല്ലല്ലോ, ഉറപ്പല്ല. That's a real one, not a plastic one. ചെക്ക് ചെയ്യണമെങ്കിൽ ചെക്ക് ചെയ്യാം പ്ലീസ്. അത് വാങ്ങാണ്ടതാണെന്ന് അറിയണം. വാങ്ങാണ്ടി ഫോട്ടോ ഇനി മാങ്ങാണ്ടി കണ്ടോ? ഈ മുടിയിൽ ഞാൻ വെച്ചതിന് ശേഷം എൻ്റെ കയ്യിൽ നോക്കി കാലി ഒരു കൂടെ എൻ്റെ കൈവശമുണ്ട്. ഇത് കാലിയാണ്, ഇതിൽ ഒന്നുമില്ല അല്ലേ? നിങ്ങൾക്ക് എന്നെ ഇതിൽ ശരിക്കും കാണാം അല്ല സാർ അല്ലേ? ഇതേ കൂടെ ഇതിൻ്റെ മുകളിൽ ഞാൻ അടച്ചിട്ട് ജസ്റ്റ് മകടിയിൽ ഒരു പാട്ട് ഞാൻ ഊതി കൂടെ ഞാൻ മെല്ലെ ഇങ്ങനെ പൊക്കിയാൽ നിങ്ങളെ കാഴ്ചയ്ക്ക് മാങ്ങാണ്ടി ചെറിയൊരു മാവിൻ്റെ കൈയായിട്ട് നിങ്ങൾക്ക് കാണും. പ്ലീസ്. After that, see over there, you cover it with that, and when he plays the music through Mummy, say we can see a small animal. നോക്കണം. പിന്നെ എന്ത് സംശയം ഉണ്ടെങ്കിലും ചോദിക്കാൻ കേട്ടോളൂ. നിങ്ങൾക്ക് എന്നോട് ചോദിക്കുന്നത് കൊണ്ട് യാതൊരു ദേഷ്യം എനിക്കില്ല. വേണമെങ്കിൽ ഇതിന്റെ ഉള്ളിൽ കൈയിട്ട് മാന്തിക്കൊള്ളി, കുഴപ്പമില്ല. ഇന്നലെ ഒരാളെന്നോട് പറഞ്ഞു, അലിക്കാക്ക നിങ്ങളെ മാവ് ഇതിന്റെ ഉള്ളിൽ ഒളിപ്പിച്ച് വെച്ചിട്ടില്ലേ എന്ന്. ഒരു 10-30 ഇലയുള്ള മാവ് എങ്ങനെ അതിന്റെ ഉള്ളിൽ ഒളിപ്പിക്കാനാണ്? മാങ്ങാണ്ടി ഇപ്പോഴും എൻ്റെ കയ്യിലെ ഞാൻ വെച്ചിട്ടില്ല. അത് ശ്രദ്ധിക്കണം. മാങ്ങാണ്ടി ഇതാക്കി ചെയ്ത് കൂടെ കണ്ട കാലി സംശയം എന്തുമാവാം, ശ്രദ്ധിക്കണം. കൂടെ മുകളിലടച്ച് ഇതേ തുണി കാണണം. കൂടെ മുകളിൽ ഞാൻ അടയ്ക്കാൻ പോവാണ്. തുണിയിൽ ഒന്നുമില്ല, കാലി തുണിയാണ്. മകടിയിൽ ഒരു പാട്ട് ഞാൻ ഊതിയ ശേഷം ഈ തുണി ഞാൻ മാറ്റി കൂടെ ഞാൻ മെല്ലെ പൊക്കിയാൽ ചെറിയ ഒരു മാവിൻ്റെ കൈനെ നിങ്ങൾക്ക് ഇവിടെ കാണാം. തുണിയിൽ ഒന്നുമില്ല. അവിടെ സംശയം തുണി നോക്കി കാലിയാണ്, തുണിയിൽ ഒന്നുമില്ല, കാലി തുണി. ഏതില്? ആ കൊട്ട. നേരത്തെ പൊക്കിയതല്ല സാർ. ഒറ്റ പ്രാവശ്യം പൊക്കും, പിന്നെ ഞാൻ പൊക്കൂല. അതിന് പ്രോഗ്രാം ഉണ്ട്. നോക്കി സാർ, കാലി ഒന്നുമില്ല. മകടി ഞാൻ ഊതാ. എനിക്ക് സംശയം എന്താ അറിയോ? അലിക്കാക്ക നേരത്തെ ഈ കൂടെ ഇങ്ങനെ കാണിച്ചു, ഒന്നുമില്ല. ഇപ്പൊ ഇതിന്റെ ഉള്ളിൽ കൈ പിടിക്കുന്ന എന്തോ ഒരു സാധനം ഇതിലുണ്ടെന്ന്. സൈത്താന്റെ വച്ചൻ, സുൽത്താന്റെ മകനെന്നാണ്. ഈ സാധനം അവിടെ കൊണ്ടുപോകും. ഞാൻ പറയുമ്പോൾ കൊണ്ടുപോവാ. സംശയത്തിനിട വരുത്തരുത്. കാലിയാണ് സാർ. ചിന്തിക്കണം. എന്റെ നാട്ടിൽ പഴം ചൊല്ലുണ്ട്, ഒന്നും കാണാതെ പട്ടം പുറത്തിൽ ചാടില്ലല്ലോ. ഒന്നും കാണാതെ ഒരു മാവ് ഇങ്ങനെ പിടിച്ചാൽ നിൽക്കില്ല. ഇനി ഈ മാങ്ങാണ്ടി ഞാൻ ശരിക്കും ഒരു മാവ് ഉണ്ടാക്കുന്ന പരിപാടി പഠിച്ച് എന്റെ നാട്ടിൽ ഇഷ്ടം പോലെ മാങ്ങാണ്ടി ഉണ്ട്. ഒക്കെ ഞാൻ മാവ് ഉണ്ടാക്കില്ല. സ്റ്റിക് മാജിക്ക് മന്ത്രമല്ല. മാങ്ങാണ്ടി ആ കുഴിയിൽ വെച്ചിട്ടുണ്ട്. കൂടാതെ കാലി മുകളിലടച്ച് ഇതിൽ എന്തുണ്ടെങ്കിലും ശരി പണ്ടാറടക്കാൻ സമാധാനമായല്ലോ. തുണി കാല് തുണിയിൽ ഒന്നുമില്ല. ഇതേ തുണി ഞാൻ കൂടെ മുകളിൽ അടയ്ക്കുന്നുണ്ട്. നിങ്ങളെല്ലാവരും ഇതിൽ ചെറിയ സഹായം ചെയ്യണം. എന്താ ഇക്കാക്ക പൈസ വേണം ചോദിക്കും. അതല്ല, എൻ്റെ പ്രോഗ്രാം ഇഷ്ടപ്പെട്ട് സംഭാവന തരുന്ന ഒരു ഇഷ്ടം പോലെ ആളുകളുണ്ട്. എനിക്കിപ്പോൾ സഹായം ഞാൻ മ്യൂസിക് വെക്കില്ല. പ്ലൈനറ്റിൽ വന്ന് നോക്കി എൻ്റെ ഷോ മ്യൂസിക് ഞാൻ വെക്കില്ല. എല്ലാവരും സ്റ്റാളും മ്യൂസിക്കുണ്ടാവും. എൻ്റെ മ്യൂസിക് നിങ്ങൾ മാത്രമേ ഉള്ളൂ, പൊതുജനങ്ങൾ. ആ പൊതുജനങ്ങൾ അംഗീകാരമാണ് ഈ മാസം 28-ാം തീയതി ഉദ്ഘാടനം ക്യാഷ് അവാർഡ് എനിക്ക് കൊടുക്കാൻ തീരുമാനിച്ചത്. നിങ്ങളെ സഹായം എനിക്ക് എന്താ? എല്ലാവരും ഒന്ന് കൈയെടുക്കണം. ഇവിടെ നമ്മളെ മുതലാളി ആനെ നീ അവിടെ നിന്നാ കാര്യം നടക്കില്ല. എന്നിട്ടോ വെള്ളം ഇവിടെ വെക്കേണ്ടത് സാർ ഞാൻ ശ്രമിക്കാൻ പറഞ്ഞത്. ഇത്ര ആളുകളെ കാണുമ്പോൾ ഈ കൂടെ ഉള്ളിൽ ഞാൻ വെച്ചത് കണ്ടോ? ചെറിയ ഒരു മാങ്ങാണ്ടിയാണ്. പോക്കറ്റിൽ വെക്കില്ല, ബാക്കിൽ ആളുകളായി ഇതേ കൂടയിൽ വെക്കാം. ഇത്ര ആളുകളെ കാണുമ്പോൾ ഈ കൂടെ ഉള്ളിൽ ഞാൻ വെച്ചത് കണ്ടോ? ചെറിയ ഒരു മാങ്ങാണ്ടി.
ഞാൻ കാണിക്കാമെന്ന് പറഞ്ഞത് കണ്ട് ചെറിയൊരു മാവിൻ്റെ തൈയാണ്. അലിക്കാക്ക കാണിക്കാമെന്ന് പറയാന്നല്ലാതെ കാണിക്കണില്ലല്ലോ എന്ന് ചിലർ വിചാരിക്കും. എൻ്റെ പ്രോഗ്രാം കണ്ടവർ വിശ്വസിക്കും, കാണാത്തവർ വിശ്വസിക്കാൻ സാധ്യത വളരെ കുറവാണ്. റെഡി? സംഗതി ലെവലായി. നോക്കി, എൻ്റെ കയ്യിൽ മാങ്ങാണ്ട് ഞാൻ എടുത്തില്ല, മടിയിലൊന്നും വെച്ചില്ല. ബാക്കിൽ ആളുകളാണ്. അവിടെ കസാല ഇടുമ്പോൾ ബാക്കിൽ ആൾ വേണമെന്ന് നിർബന്ധം ഞാൻ പറഞ്ഞതാണ്. മകടി ഞാൻ ഊതാ, തുണി മാത്താ, കൂടെ ഞാൻ നല്ല പൊക്ക. എല്ലാവരും ഇവിടെ ശ്രദ്ധിക്കണം. ഓക്കെ, കൊണ്ടുവരണം. ഞാൻ വലുതാക്കുന്നതിന് മുമ്പ് ഇത് ഒറിജിനൽ ആണെന്ന് പരിശോധിക്കാം പ്ലീസ്. സംഗതി എന്തായാലും ചിലവർ പറയും അലിക്കാത്ത ബട്ടൺ സമർത്ഥിയതോടുകൂടി സാധനം ചട്ടിന്ന് പൊന്തിയതാണ്. കമ്പ്യൂട്ടർ കാലഘട്ടം. നമുക്കിത് ആദ്യം ഒറിജിനൽ ആണെന്ന് നോക്കാം, പിന്നെ ഞാൻ അത് വലുതാക്കി കാണിച്ചു തരാം. കയ്യിൽ ചളിയാറുണ്ട്. ഇത് പിടിക്കും, കണ്ടുപിടിക്കും. ഈ സാധനം പിടിച്ചോളി, വിടരുത്. ഈ സാധനം പ്ലാസ്റ്റിക് ആണ്. നോക്കി തൊട്ടു നോക്കാൻ കുഴപ്പമില്ല. തൊട്ടു നോക്കി വലിച്ചു പൊട്ടിക്കരുതെന്ന് മാത്രം. പ്ലാസ്റ്റിക് ആണ്, ഒറിജിനൽ അല്ല. ഇതേ തൈനെ കണ്ടോ? വീണ്ടും ഞാൻ ഇതേ പൂച്ചട്ടിന്റെ ഉള്ളിൽ ഇതേ തൈനെ വെക്കുകയാണ്. ഒരു നുള്ളു പൊട്ടിച്ചു. വീണ്ടും കണ്ടോ? ഇതേ പൂച്ചട്ടിയിൽ കണ്ടോ? ഇതേ തൈനെ വെക്കുക. നിങ്ങളെ മുന്നിൽ ഞാൻ കാണിക്കുന്നത് കണ്ടോ? ഇന്ത്യൻ ഗ്രീൻ മാംഗോ ട്രിക്ക് പറയുന്നൊരു വിദ്യ. ഇന്ത്യൻ ഗ്രീൻ മാംഗോ ട്രിക്ക് പറയുന്നൊരു വിദ്യ. ഇത് എൻ്റെ പാരമ്പര്യം തൊഴിലാണ്. ഇത് എൻ്റെ ഫാമിലിയിൽ പെട്ടവർ മാത്രമേ കാണിക്കൂ, പുറത്തുള്ളവരാരും ഇത് കാണിക്കില്ല. കൂടെ കണ്ടോ? വീണ്ടും ഞാൻ മുകളിൽ അടച്ചിട്ടുണ്ട്. ഈ തുണിയിൽ നോക്കി ഒന്നുമില്ല, കാലി തുണി. ഇതേ തുണി ഞാൻ കൂടെ മുകളിൽ അടച്ച് എന്റെ കയ്യിൽ നോക്കി. മാവിന്റെ തൈ എന്റെ കയ്യിലില്ല, ശ്രദ്ധിക്കണം. എന്റെ മടിയിൽ മാവിന്റെ തൈയൊന്നുമില്ല. ചിലവർ പറയും അലിക്കാക്ക മാവ് കാലുമ കെട്ടി വെച്ചിട്ടുണ്ടാകുന്നു. എന്റെ കാലിന് മാവില്ല, ഇനി പൊക്കാൻ പറയരുത്. എന്റെ 2 കൈ മാത്രമേ കൂടെ ഉള്ളിൽ പോകുന്നുള്ളൂ. ഇവിടെ ശ്രദ്ധിക്കണം നിങ്ങള്. ഇത്ര ആളുകളെ കാണുമ്പോ ഈ കൂടെ ഞാൻ വെച്ചത് കണ്ടോ? ചെറിയൊരു മാങ്ങാണ്ടി. അതേ മാങ്ങാണ്ടി കണ്ടോ? നിങ്ങളെ കാഴ്ചക്ക് ചെറിയൊരു തൈ ഞാൻ ഉണ്ടാക്കി കാണിച്ച്. അതേ തൈ കാണണം, വീണ്ടും കാണണം. ഞാൻ കൂടെ ഉള്ളിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. മകടി ഞാൻ ഊതി കണ്ടോ? തുണി മാറ്റി കൂടെ ഞാൻ മെല്ലെ പൊക്കിയാൽ വലത് പ്രതീക്ഷിക്കരുത്. വലത് എനിക്ക് കാണിക്കാൻ സാധിക്കില്ല, കൂടെ വളരെ ചെറുതാണ്. അങ്ങോട്ട് അങ്ങോട്ടും അങ്ങോട്ട് പോലെ ആളുകൾ വരച്ച് പോലെ പാകത്തിന് മാത്രം കാണിച്ചാൽ മതി. ഒരുപാട് വലുത് കാണിച്ചാൽ കൂടുതലും റിസ്ക് എടുക്കാൻ വയ്യാത് കൊണ്ടാണ്. സൈത്താന്റെ പക്ഷേ പിടിച്ചോ. എല്ലാവരും ഒന്ന് കൈയ്യടിക്കണം. ഈ പരിപാടി ടിവിയിൽ കണ്ടിട്ടുണ്ടാവും. വലിയ കൂടയിൽ ഞാൻ കാണിക്കരുത്. വലിയ കൂടെ ഡാമേജാണ്, അതുകൊണ്ട് ചെറിയ കൂടെ എടുത്തത്. സംഗതി ഏകദേശം വലുതായി. ഞാൻ പറയുമ്പോൾ ചിലവരെ വിശ്വസിക്കും, ചിലവര് വിശ്വസിക്കില്ല. എന്റെ കയ്യിൽ ഞാൻ ഒന്നും എടുത്തിട്ടില്ല. ഇത്ര ആളുകളെ കാണുമ്പോൾ കൂടയിൽ ഞാൻ വെച്ചത് ചെറിയ ഒരു മാങ്ങാണ്ടി. ആ മാങ്ങാണ്ടി ചെറിയ ഒരു തൈ ഉണ്ടാക്കി കാണിച്ചു. അല്ല മേഡം, വീണ്ടും തൈ ഞാൻ കുഴിച്ചിട്ടിട്ടുണ്ട്. ബാക്കിൽ ആളുകളുണ്ട്. എന്റെ കയ്യിൽ ഒന്നും എടുത്തിട്ടില്ല.
സംഗതി ഏകദേശം വലുതായി. നോക്കി, എന്നെക്കാണ് വിദ്യാഭ്യാസമുള്ള ആളുകളാണ് നിങ്ങൾ. ഒരു ഇല അടച്ചാൽ കാണും അല്ലേ? ഇത് പ്ലാസ്റ്റിക് ഇത്രയും വലിയ മാവിന് എനിക്ക് മടിയിൽ വെക്കാനോ ബെൽറ്റിൽ വെക്കാനോ പോക്കറ്റിൽ വെക്കാനോ സാധിക്കില്ല. കൂടെ സിംഗിൾ ആണ്, ഡബിൾ അല്ല. ഇതിൽ നിങ്ങൾക്ക് എന്നെ കാണാം അല്ലേ? അപ്പൊ അതിലൊരു മാങ്ങ ഉണ്ട്. ചിലവർ പറയും അലിക്കാക്ക മാങ്ങ പ്ലാസ്റ്റിക്ക, ഒറിജിനൽ മാങ്ങ. ഇന്ത്യൻ മാജിക്കിൽ 1ാം സ്ഥാനം പിടിച്ചു പറ്റിയ പ്രോഗ്രാമാണ് ഇന്ത്യൻ ഗ്രീൻ മാംഗോ ട്രിക്ക് പറയുന്ന വിദ്യ. ഒറിജിനൽ ആണെങ്കിൽ ഞെട്ടി പൊട്ടിച്ചെന്ത് വരും? ഒറിജിനൽ ആണെങ്കിലല്ലേ വരുള്ളൂ. ടി.വി. പരിപാടിയിലുള്ള മാങ്ങ തിന്നാൻ പറ്റില്ല. മാങ്ങ തിന്നണമെങ്കിൽ പരിപാടി നേരിട്ട് കാണണം. തരാൻ്റെ ഫോൺ നമ്പർ വിളിച്ചോളി. നിങ്ങൾ ഏത് മാങ്ങ ഇല്ലാത്ത സീസണിൽ വേണമെങ്കിലും വിളിക്കാം. ഞാൻ മാവുണ്ടാക്കുന്ന മാങ്ങ എല്ലാവരും ചോദിക്കുന്നത് എല്ലാവർക്കും കൊടുക്കാൻ സമയമില്ല. കാരണം ഈ പ്രോഗ്രാം ഉണ്ടായതുകൊണ്ടാണ്. അടുത്തുള്ളവർക്ക് കുറേ കഷ്ടം കൊടുക്കുക. ഉപ്പാദം ചോദിക്കരുത് കേട്ടോ. എനിക്ക് കിട്ടിയില്ല എന്നാരും പറയരുത്. അടുത്തുള്ളവർക്ക് കൊടുക്കുക.